പരമോന്നത സിവിലിയൻ പുരസ്കാരങ്ങൾ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആക്ഷേപത്തിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം? പത്മവിഭൂഷൺ മാത്രമല്ല, അതിൽ ഉയർന്ന ഭാരതരത്നയ്ക്ക് പോലും അർഹനാണ് നമ്മുടെ പ്രിയങ്കരനായ VS എന്ന കാര്യത്തിൽ മലയാളിക്ക് ഒരു സംശയവുമില്ല. വിവിധ സമൂഹങ്ങൾ തമ്മിൽ, വിവിധ സമുദായങ്ങൾ തമ്മിൽ സൗഹൃദം ഉണ്ടാക്കുന്ന നല്ലതാണ്. പിന്നെ അവർ യോജിച്ച് പ്രവർത്തിക്കണ വേണ്ടിയെന്ന് അവർ രണ്ടുപേരുമാണ് തീരുമാനിക്കുന്നത്. ഞങ്ങൾ UDFും കോൺഗ്രസും സമുദായ സംഘടനകളുടെ ആഭ്യന്തരമായ കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടാറില്ല. എന്നാൽ അതേ വിഭൂഷൺ ബഹുമതിക്ക് ഒരേ ഘട്ടത്തിൽ പരിഗണിച്ച ഈ രണ്ട് മലയാളികളും VSും വെള്ളാപ്പള്ളി നടേശനും തുല്യ നിലയിൽ പരിഗണിക്കപ്പെടേണ്ടവരാണോ എന്ന സംശയം സ്വാഭാവികമായും ഇപ്പോൾ കേരളത്തിൽ വരികയാണ്. VS എവിടെ കിടക്കുന്നു? വെള്ളാപ്പള്ളി എവിടെ കിടക്കുന്നു? വെള്ളാപ്പള്ളിക്ക് സംസ്ഥാന സർക്കാർ ഇത്തരമൊരു ബഹുമതിക്ക് ശുപാർശ നൽകിയിട്ടേയില്ല എന്ന് സർക്കാർ രേഖകളും വ്യക്തമാക്കുന്നു. പക്ഷേ കേന്ദ്രം നൽകി പത്മവിഭൂഷൺ. കാരണം മകൻ തുഷാർ വെള്ളാപ്പള്ളി NDA സഖ്യകക്ഷിയുടെ പ്രധാനിയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഇപ്പോൾ തീർത്ത് കളയുമെന്ന് പറഞ്ഞ് അങ്കത്തട്ടിലേക്ക് ഇറങ്ങിയതാണ് സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ. അതിനെ NSS ഇതാ മുളയിലെ നുള്ളിക്കളഞ്ഞു. ഐക്യം മാങ്ങാത്തൊലി എന്നാണ് NSS ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഉയർന്നു കേട്ടത്. NSSനോട് ഐക്യപ്പെടാൻ ഇറങ്ങി തിരിച്ച വെള്ളാപ്പള്ളിയുടെ മനസ്സിലിരിപ്പ് CPMലേക്ക് NSSനെ വലിച്ചടിപ്പിക്കാനുള്ള മനസ്സിലിരിപ്പ് എന്നാണ് രാഷ്ട്രീയ കേരളം കരുതിയത്. പക്ഷേ അവിടെയാണ് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടുകളും നിഗമനങ്ങളും അവലോകനവും ഒക്കെ ഇരിക്കുന്നത്. കോൺഗ്രസ് കണ്ടത്, VD സതീശൻ കണ്ടത്, കേരളം കണ്ടത് വളരെ വ്യക്തമാണ്. സുകുമാരൻ നായർ തെല്ലൊന്നുമല്ല VDയെ പ്രകോപിപ്പിക്കാൻ നോക്കിയത്. എന്നാൽ പിടികൊടുക്കാതെ അതേ നയത്തിൽ പ്രതികരിക്കാതിരുന്ന, അതേ നാണയത്തിൽ തിരിച്ചടിക്കാതിരുന്ന VDയുടെ നിലപാട് വളരെ വ്യക്തമായിരുന്നു. വെള്ളാപ്പള്ളി NSSനെയും കൊണ്ട് കയറാൻ പോകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സ്റ്റേറ്റ് കാറിലേക്കല്ല, മറിച്ച് BJP എന്ന വണ്ടിയിലേക്കാണെന്ന് VD സതീശന് വ്യക്തമായിരുന്നു. വരികൾക്കിടയിൽ VD സതീശൻ വായിച്ചെടുത്തതാണ്. അതാണ് സമുദായ നേതാക്കളെ തങ്ങൾ ഒരിക്കലും അധിക്ഷേപിക്കില്ലെന്ന സതീശൻ്റെ സുകുമാരൻ നായരോടുള്ള ഒറ്റ മറുപടിയിൽ അതിലെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ NSSന് കാര്യം മനസ്സിലായി. ഈ ഐക്യശ്രമം ഒരിക്കൽ പരാജയപ്പെട്ടതാണ്. ഇതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് സുകുമാരൻ നായർ വ്യക്തമാക്കി. SNDP യോഗവുമായുള്ള ഐക്യശ്രമത്തിൽ നിന്ന് പിന്മാറാൻ കാരണം എന്താണ്? രാഷ്ട്രീയ നീക്കമുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണെന്ന് സുകുമാരൻ നായർ ഡയറക്ടർ ബോർഡ് യോഗത്തിന് ശേഷം പരസ്യമായി പറയുകയും ചെയ്തു. തങ്ങളുമായി ചർച്ച നടത്താൻ വെള്ളാപ്പള്ളി നടേശൻ മകൻ തുഷാർ വെള്ളാപ്പള്ളിയെ പറഞ്ഞയച്ചതടക്കമുള്ള കാര്യങ്ങൾ സംശയങ്ങൾക്കിടയാക്കിയെന്നാണ് ഇപ്പോൾ NSSൻ്റെ ആദരണീയനായ ജനറൽ സെക്രട്ടറി പറയുന്നത്. അപ്പോൾ VD സതീശൻ്റെ നിലപാട് എന്തായി? അത് വളരെ കൃത്യമായി. പ്രധാനപ്പെട്ട രണ്ട് ഹിന്ദു സംഘടനകൾ യോജിക്കണമെന്ന് താൻ പറഞ്ഞത് ശരിയാണ്. എന്നാൽ അത് BJPയിലേക്ക് പോയി ചേക്കേറണമെന്നല്ല എന്ന് ഇപ്പോൾ സുകുമാരൻ നായർ കുറ്റസമ്മതം നടത്തുന്നു. ഐക്യം ഉന്നയിച്ച ആളുകൾക്ക് രാഷ്ട്രീയ നീക്കമുണ്ടെന്ന് തനിക്ക് പിന്നീട് മനസ്സിലായി. തുഷാർ വെള്ളാപ്പള്ളി വരേണ്ടതില്ലെന്ന് നേരത്തെ തന്നെ വെള്ളാപ്പള്ളിയെ അറിയിച്ചിരുന്നതാണ്. അപ്പോൾ അതാണ് കാര്യം. അതുതന്നെയാണ് VD സതീശൻ എന്ന രാഷ്ട്രീയ വിദഗ്ധൻ മുൻകൂട്ടി കണ്ടത്. VD സതീശൻ അതുതന്നെയാണ് പറഞ്ഞത്. നരേന്ദ്രമോദി സർക്കാർ അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ പത്മ പുരസ്കാരങ്ങൾ വിവാദ നേടില്ലായിരുന്നു. പണമിറക്കിയാണ് നമ്മുടെ നാട്ടിൽ പല പ്രാഞ്ചിയേട്ടന്മാരും പത്മശ്രീയായതെന്ന് പല ഘട്ടത്തിലും ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട്. എന്നാൽ മോദി സർക്കാർ വന്നതോടെ ആ ചിത്രം മാറി. അൺസങ് ഹീറോസായ പലരും മുൻകാലത്തേക്കാൾ പത്മശ്രീ ബഹുമാനിതരായപ്പോൾ മുൻകാലങ്ങളിൽ നിന്നും തീർത്തും ഭിന്നമായി അതിലും മുകളിലേക്കുള്ള പത്മഭൂഷണം പത്മവിഭൂഷണം ഒക്കെ തീർത്തും രാഷ്ട്രീയ ലക്ഷ്യത്തിൽ നൽകുന്ന സ്ഥിതി ഇതാവുന്നു. അതാണ് VSൻ്റെ കാര്യത്തിലല്ല, വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇതൊക്കെ മനസ്സിൽ വെച്ചാണ് ഏത് പട്ടിക്ക് വേണം പത്മ പുരസ്കാരമെന്നും ഇതെല്ലാം മറ്റ് ലക്ഷ്യങ്ങളുടെയെന്നും ഒരിക്കൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതെങ്കിൽ ഇപ്പോൾ അത് ആറാൻ പറ്റിയതുപോലെയായി. താനാ പുരസ്കാരം സ്വീകരിക്കുന്നുവെന്ന് വെള്ളാപ്പള്ളിക്ക് പറയേണ്ടി വന്നു. ഒരിക്കൽ രാജ്യത്തിൻ്റെ പുരസ്കാരത്തെ അപമാനിച്ചെങ്കിൽ വെള്ളാപ്പള്ളി ഇതാ ഇപ്പോൾ മറ്റൊരു ഗതിയുമില്ലാതെ ആ പുരസ്കാര ലബ്ധിയെ സ്വീകരിക്കുന്നു. ഇതാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നോടിയായി ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയും OBC നേതാവുമായ കർപ്പൂരി താക്കൂറിന് മരണാന്തര ബഹുമതിയായി ഒരു ഭാരതരത്നം കൊടുത്തു. UPയിലെ ജാട്ട് നേതാവ് അജിത് സിംഗിൻ്റെ പാർട്ടിയെ NDAയിലെത്തിക്കാൻ അജിത് സിംഗിൻ്റെ പിതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായിരുന്ന ചരൺ സിംഗിന് ഒരു ഭാരതരത്നം നൽകി. ഇതെല്ലാം ആരോപണ വിധേയമായിരുന്നു. ഇതാ ഏറ്റവും ഒടുവിൽ VS എന്ന പോലീസിനെയും വെള്ളാപ്പള്ളി എന്ന കള്ളനെയും ഒരേ സമയം ആദരിക്കുന്നതിന് സമാനമായ സാഹചര്യം ഇതാ കേന്ദ്ര സർക്കാർ BJP അവരുടെ അടിത്തറ ബലപ്പെടുത്താൻ അവർ അങ്ങനെയൊരു ദുഷ്പ്രവൃത്തി കൂടി ചെയ്തു വച്ചിരിക്കുന്നു. അതിനങ്ങനെ മാത്രമേ വിലയിരുത്താനാകുള്ളൂ. VD സതീശൻ പറഞ്ഞത് കറക്റ്റാണ്.